കേരളത്തിലേക്ക് വൻതോതിൽ MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളെ ശാസ്താംകോട്ട പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. കൊല്ലം മുണ്ടയ്ക്കൽ അദ്വൈതം വീട്ടിൽ അദ്വൈത, കണ്ണൂർ പറശ്ശിനിക്കടവ് സൽവ മൻസിലിൽ മുഹമ്മദ് സിജാഹ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ശരിക്കും ലവ് ജിഹാദ് എന്ന ഒരു പ്രതിഭാസം അത് കേരളത്തിൽ ഇല്ല എന്ന് പലരും അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള ലഹരി കച്ചവടം അല്ലെങ്കിൽ ലഹരി വിൽപ്പന, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടക്കുന്നത് രണ്ട് മതത്തിൽപ്പെട്ടവർ ചേർന്ന് ഒരു സ്നേഹബദ്ധരായി പ്രണയബദ്ധരായി അവർ ഒരുമിച്ച് ജീവിക്കുന്നു, കമിതാക്കളെ പോലെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ലഹരി കച്ചവടങ്ങളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അരങ്ങേറുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം. ലവ് ജിഹാദിന്റെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നു. ഒരിക്കലും ഒരു മതത്തെയും എതിരായിട്ട് പറയുകയില്ല, ഒരു മതത്തെയും മോശക്കാരാക്കുകയില്ല. എല്ലാ മതത്തിലും പ്രശ്നക്കാരായവരുണ്ട് എന്നതിനെ ഒരിക്കലും തള്ളി പറയുന്നില്ല. ഇപ്പോൾ അവിടെ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ഇനി ക്രിസ്ത്യാനികളായാലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട യുവനിരയിൽപ്പെട്ട ഒരുപാട് പേർ ഈ ലഹരി കച്ചവടത്തിൽ പങ്കാളികളാകുന്നു എന്നത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ പലപ്പോഴും ആ ലഹരി കച്ചവടത്തിനൊരു വ്യാപ്തി വരുന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നതിന് പിന്നിൽ ഇത്തരത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവർ ഒരു വിവാഹിതരെ പോലെ ജീവിക്കുക, ഒരുമിച്ച് ജീവിക്കുക, അവരാണ് അത് വളരെ സേഫായിട്ട് ചെയ്യുന്നത് എന്നതാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പിടിക്കപ്പെട്ട പല കേസുകളിൽ നിന്നും വ്യക്തമാവുന്നത്. ബംഗളൂരുവിൽ വ്യാജ പേരിൽ ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു കമിതാക്കളായ ഇരുവരും ബംഗളൂരുവിൽ വ്യാജ പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് കമിതാക്കളായി വളരെ നാളുകളായി താമസിച്ചു വരികയായിരുന്നു. ഇവർ രണ്ടുപേരും പഠിക്കാനാണ് ബംഗളൂരുവിൽ എത്തിയത്. അവിടെ വെച്ചാണ് ലഹരി ഇടപാടുകളിലേക്ക് ഈ പെൺകുട്ടി കടക്കുന്നത്. സിജാഹ് നേരത്തെ തന്നെ 3 NDPS കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരം അമരവിളയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലും കണ്ണൂർ ഇരിട്ടി എന്നിവിടങ്ങളിൽ എക്സൈസ് രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകളിലും ഇയാൾ പ്രതിയാണ് എന്ന് പോലീസ് പറഞ്ഞു. വർഷങ്ങളായി കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് രണ്ടുപേരും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ICS ജംഗ്ഷനിൽ നിന്ന് MDMAയുമായി ഒരു യുവതിയെ ശാസ്താംകോട്ട പോലീസ് പിടികൂടിയിരുന്നു. ഈ കേസിലെ രണ്ടാം പ്രതിയായ ഷംനാദിനെ ബംഗളൂരുവിൽ തെളിവെടുപ്പിന് കൊണ്ട് പോയപ്പോഴാണ് ലഹരി മരുന്ന് കൈമാറുന്ന ഈ വലിയൊരു സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്ന് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ രണ്ടുപേരെയും ഒരു കർണാടക സ്വദേശിയും പോലീസ് പിടികൂടി. ഇതുവരെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് അദ്വൈതയിലേക്കും സിജാഹിലേക്കും പോലീസ് എത്തിയത്. ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ കുട്ടികളെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുക. ആ നിരീക്ഷണത്തിലൂടെ അവർക്കുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കും. ആ മാറ്റങ്ങൾ തുടക്കത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു റാക്കറ്റിൽ ചെന്നുപെടുന്ന ആ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ലഹരി മരുന്ന് വിൽപ്പന അല്ലെങ്കിൽ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള റാക്കറ്റുകൾ അല്ലെങ്കിൽ ശൃംഖലകൾ, ആ കണ്ണികളെ ഒക്കെ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ശ്രദ്ധിച്ചാൽ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പ്രചോദനാത്മകമാകുന്ന രീതിയിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. കുട്ടികളെ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ അവർ ഏത് തരത്തിൽപ്പെട്ടവരാണ്, അവർ പോകുന്നത് എവിടേക്കൊക്കെയാണ്, അവരുടെ വിദ്യാഭ്യാസ ബന്ധമായിട്ട് അവർ ട്യൂഷനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർ കൃത്യമായി അവിടെ തന്നെയാണോ പോകുന്നത് എന്നൊക്കെ കുട്ടികൾ അറിയാതെ തന്നെ അവരുടെ മേലൊരു കണ്ണ് വെക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധർ പോലും നിരീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ കൈകളിലാണ്. അവരെ നമുക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്, അവർ തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ പോലും എപ്പോഴും അവരുടെ മേലൊരു കണ്ണ്, അവരെ ഒന്ന് നിരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ അവർ ചെന്ന് പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും അധ്യാപകരും മൊത്തത്തിൽ പറഞ്ഞാൽ സമൂഹവും ഈ ഒരു വിഷയത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ടതിന്റെ ആവശ്യകത ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.